നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് 12 പേർക്കാണ് പരിക്കുപറ്റിയത്. 2 ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആകാശ ചുഴിയിൽപ്പെട്ട വിമാനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സഞ്ചരിച്ചിരുന്ന ഉയരത്തിൽ നിന്ന് ഏകദേശം 300 അടി താഴ്ചയിലേക്ക് വിമാനം പതിക്കുകയായിരുന്നു. AI-379 വിമാനം ഡൽഹിയിൽ ഇറക്കിയെന്നും യാത്രക്കാർ സുരക്ഷിതരാണെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഈ യാത്രക്കാരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമല്ലെങ്കിൽ പോലും പെട്ടെന്നുണ്ടായ ഈ ഒരു ആകാശ ചുഴിയിൽപ്പെട്ടുള്ള സംഭവത്തിൽ അവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വളരെ ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോലും പലരും പേടിക്കുകയാണ് എന്നാണ് പലരും പറയുന്നത്. എന്തായാലും 134 പേരാണ് ആകെ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ആർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടില്ലെന്നും കമ്പനി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഉയർന്നു പൊങ്ങിയ വിമാനം പെട്ടെന്ന് തന്നെ താഴേക്ക് പോകുന്നതും പോലെ തോന്നിയെന്ന് യാത്രക്കാരിൽ ഒരാൾ പറഞ്ഞു. ചില യാത്രക്കാർക്ക് തലയ്ക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. മറ്റു ചിലർക്ക് ശരീരത്തിൽ ചതവേറ്റിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ആവശ്യമായ സഹായം നൽകിയിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. എന്താണ് ആകാശ ചുഴി എന്ന് നോക്കാം. അന്തരീക്ഷ വായുവിന്റെ മർദ്ദത്തിൽ ഉണ്ടാകുന്ന ശക്തമായ വ്യതിയാനമാണ് ആകാശ ചുഴി. നേർരേഖയിൽ സഞ്ചരിക്കേണ്ട കാറ്റിന്റെ ഗതി താഴേക്കാകുന്നതിനാൽ ആകാശ ചുഴിയിൽ പെടുന്നനെ വിമാനങ്ങൾ താഴേക്ക് പതിക്കും. വിമാനത്തിന്റെ പാതയ്ക്ക് കുറുകെ വേഗവ്യത്യാസമുള്ള വായു പ്രവാഹവും ഉണ്ടായാലും ഇതുതന്നെ സംഭവിക്കാം. വിമാനത്തിന്റെ ചിറകുകൾക്ക് മുകളിലും താഴെയുമുള്ള വായുമർദ്ദത്തിന്റെ വ്യത്യാസം കൊണ്ട് വിമാനം താഴെ വീഴാതെ നിൽക്കുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിമാനത്തിനകത്തുണ്ടായിരുന്ന പൈലറ്റിന്റെ ഏറ്റവും കൃത്യമായ ഇടപെടൽ തന്നെയാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ, അതായത് മറ്റ് കൂടുതൽ പേർക്ക് പരിക്കുകൾ പറ്റാതെ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച് എത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പൈലറ്റിനെ എല്ലാവരും അനുമോദിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്തപ്പോൾ, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആകാശ ചുഴിയിൽപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ്.